വന്ന മൂർഖൻ അതിഥിയുടെ ചിത്രങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അന്നാണ് എൻ്റെ 2 മുയലും കുഞ്ഞുങ്ങളെയാണ് കേട്ടോ കൊന്നത്. പിന്നീട് പല പ്രാവശ്യങ്ങളിലായിട്ട് ഒരു 4ഓളം മൂർഖന്മാർ നമ്മുടെ ഈ ഫാമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഞങ്ങളുടെ 20ഓളം മുയലുകളെയും കോഴികളെയും ഒക്കെ വിറ്റതാണ്. അതിനുശേഷം ഞാൻ വീണ്ടും തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ കൂടുകളൊക്കെ ഒന്ന് കണ്ടു. ഞാനിപ്പോൾ ഈ കൂടുണ്ടാക്കിയിട്ട് ഒരു 5-8 വർഷമായിട്ടുണ്ട് കേട്ടോ. മേലെ പകുതി ഭാഗം ആസ്പെറ്റോസും ബാക്കി ഭാഗം ഷീറ്റും ആണേ. മുയലുകളെ എല്ലാം ഞാൻ നിലത്താണ് കേട്ടോ വളർത്തിയത്, അല്ലാതെ കമ്പിക്കൂട്ടിലല്ലേ. അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരുവിധ അസുഖങ്ങളും ഇതുവരെ ഉണ്ടായി. നമ്മുടെ മുയലുകളിൽ ചിലതൊക്കെ മണ്ണിൽ മാളം കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് പ്രസവിക്കാറ്. പിന്നെ മക്കളൊക്കെ ആയിട്ട് പുറത്ത് വരും. നല്ല രസമാണ് കാണാൻ. പക്ഷെ അതിൻ്റെ ഉള്ളിലായിരുന്നു മൂർഖനൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം മുയലുകളൊക്കെ വിറ്റ കൂട്ടത്തിൽ ഞാൻ ആ മാളങ്ങളൊക്കെ അടച്ച് വൃത്തിയാക്കി കേട്ടോ. മുയലില്ലാത്തതുകൊണ്ട് വിറക് കൊണ്ടിട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ ഈ കൂട്ടിലുണ്ടായിരുന്ന മുയലും കഷ്ടം അടങ്ങിയ മണ്ണും പുല്ലും ഒക്കെയാണ് കേട്ടോ നമ്മുടെ കൃഷി ആവശ്യത്തിന് ഗ്രോ ബാഗൊക്കെ നിറയ്ക്കാൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ നമ്മുടെ ഈ കൂടിന് നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കോഴികളും മുയലുകളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഞാൻ മിക്സ് ആയിട്ടാണ് കേട്ടോ വളർത്തിണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഈ മണ്ണിട്ട് ചവിട്ടി അമർത്തുന്നത് ഒരു മുയലിൻ്റെ മാളായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്ന ഈ മുയലുകൾ നാടൻ ബ്രീഡാണ്. ഇനി ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഹൈബ്രിഡ് ഇനം മുയലുകളാണ് കേട്ടോ. നമ്മുടെ ഈ നെറ്റ് കണ്ടില്ലേ, 2 ഇഞ്ച് വലുപ്പമാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിൽ സുഖമായിട്ട് ഏഴ്ജാതികളൊക്കെ കയറിയിരുന്നത്. ഇനി എന്തായാലും ഞാൻ അടുത്ത മുയലുകളൊക്കെ ഇറക്കുന്നതിന് മുമ്പ് നല്ല വലയൊക്കെ വാങ്ങി കൂട് മൊത്തം കവർ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇവരൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ ഇനി പറഞ്ഞ പോലെ നമ്മുടെ കൂടിൻ്റെ മുകളിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതൊക്കെ വേഗം തീർത്ത് ഇനി മുയലുകളെയൊക്കെ വാങ്ങി ഗംഭീരമായിട്ട് തുടങ്ങും.